കോഴിക്കോട്ട് 12 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം. ഫറൂഖ് സ്വദേശിയായ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. കുട്ടി പൊതുകുളത്തിൽ കുളിച്ചിരുന്നു. തുടർന്നാണ് ലക്ഷണങ്ങൾ കാണിച്ചത്. ഗോകുൽ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൂഗിൾ, എന്താണ് മനസ്സിലാവുന്നത്? ഈ പൊതുകുളത്തിൽ കുളിച്ചപ്പോൾ മറ്റ് ആളുകളും അവിടെ കുളിച്ചിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഇത് പടരാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട്. എന്തൊക്കെ വിവരങ്ങൾ പുതുതായി? സമീപത്തുള്ള അച്ഛൻ കുളത്തിൽ കുളിച്ചവരുടെ വിവര ശേഖരണം ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നുണ്ട്. ഈ കുട്ടിയും ആ കുളത്തിൽ കുളിച്ചിരുന്നു. കഴിഞ്ഞ 16-ാം തീയതി മുതൽ ആ കുളത്തിൽ കുളിച്ച കുട്ടികളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാരെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത്. ആ കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരത്തിന് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുകയും കോഴിക്കോട് ജില്ലയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ കുട്ടിക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണമാണ് എന്ന സംശയങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീടാണ് അതിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. രാമനാട്ടുകര നഗരസഭയിലെ 24 ഡിവിഷനുകളുടെ പരിധിയിൽ വരുന്ന ആളുകളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കുളമാണിത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ ജാഗ്രതയിലുമാണ്. ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായിട്ട് 3 കുട്ടികൾക്ക് ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മലപ്പുറം മൂന്നൂർ സ്വദേശിയായിട്ടുള്ള ഒരു 5 വയസ്സുകാരി മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു കുട്ടി, 12 വയസ്സുകാരി കുട്ടി, ജൂൺ 12-ന് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 10,000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ രോഗാവസ്ഥയെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ആരോഗ്യ വകുപ്പ് നോക്കിക്കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള കർശന നിർദ്ദേശങ്ങളൊക്കെ ഈ പ്രദേശത്തെ ഈ ഫറൂഖ് കോളേജിലെ ഈ അച്ഛൻ കുളത്തിൽ കുളിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഈ 16-ാം തീയതി മുതൽ ആ കുളത്തിൽ കുളിച്ച ആളുകളുടെ വിവരശേഖരണമാണ് നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും ഈ അടിക്കടി ഈ മസ്തിഷ്ക ജ്വരം ഓരോ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ ആരോഗ്യ ഉദ്യോഗസ്ഥർ നോക്കിക്കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ സൂചിപ്പിച്ചതുപോലെ 10,000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന അസുഖമായിട്ടാണ് ഇത് പരിഗണിക്കപ്പെട്ടിരുന്നത്. 2016-ലായിരുന്നു കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു രോഗം റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മലിനജലത്തിലും ഒക്കെയാണ് ഇത്തരത്തിലൊരു ഈ രോഗാണു ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വിദഗ്ധർ അത്തരത്തിലൊരു നിർദ്ദേശമാണ് നൽകുന്നത്. അത് മൂക്കിലൂടെയും മറ്റും കയറി തലച്ചോറിലേക്ക് കടന്നതിന് ശേഷം നമ്മുടെ ആരോഗ്യാവസ്ഥയെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഇത്തരത്തിൽ രോഗം ബാധിച്ച ആളുകൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർശന നിർദ്ദേശങ്ങളും അവരുടെ നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. വീണ, ഓക്കെ, ശരി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കൂടുതൽ പരിശോധനകൾ വേണ്ട ഒരു വിഷയമാണ്.